നമസ്തേ. എൻ്റെ നക്ഷത്രഫലം നിങ്ങൾ വളരെയധികം താല്പര്യത്തോടെ കാണുന്നു എനിക്കറിയാം. അതിൻ്റെ ഒരു താല്പര്യം കണ്ടതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യത്തിനും കൂടെ മുതിരുകയാണ്. വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കൂടെ പറയാം എന്ന് കരുതുകയാണ്. അപ്പോൾ ആ വാസ്തുശാസ്ത്രവും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റാർക്കെങ്കിലും അത് പ്രയോജനപ്പെടും എന്ന് തോന്നുന്നുവെങ്കിൽ, വാസ്തുശാസ്ത്രം നിങ്ങളിപ്പോൾ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു കമൻ്റ് അതിലിടാനും ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ വീഡിയോ ആയിരിക്കും, നക്ഷത്രഫലം പോലെ വലിയ വീഡിയോ ഒന്നും ആയിരിക്കില്ല, ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ അത് ഷെയർ ചെയ്യാൻ കഴിയും. ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളായിരിക്കും ഇടുക. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പ്രയോജനമുള്ളതേ ഇടൂ, പ്രയോജനമില്ലാത്തിടില്ല. ഇന്ന് നമുക്ക് ഒരു പ്രധാന കാര്യം ഒന്ന് ചിന്തിക്കാം. ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തിനാണെങ്കിലും ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ അതിന് അത്യാവശ്യം വേണ്ട വസ്തു, ഏറ്റവും ആദ്യം വേണ്ടത് ഭൂമിയാണ്. ഭൂമി ആദ്യം സംഘടിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ചെയ്യേണ്ടത്. അതുണ്ടെങ്കിലല്ലേ ബാക്കിയെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഭൂമിയാണ്. അതുകൊണ്ട് ഈ ഭൂമിയുടെ ഏറ്റവും പ്രധാന കാര്യം നമുക്ക് നോക്കാം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഭാവിയിൽ ഉപകാരമുള്ളതായിരിക്കണം, ഗുണകരമായിരിക്കണം എന്ന് കണക്ക് കൂട്ടിയായിരിക്കണം ഓരോന്നും ചെയ്യേണ്ടത്. അതിൽ താമസിക്കുന്നവർക്ക് നമ്മൾ വാങ്ങുന്ന ഭൂമിയിലൊരു വീട് പണിത് കിടന്നാൽ അതിൽ സന്തോഷം ഉണ്ടാവണം, സമാധാനം ഉണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ എന്തിൻ്റെ നിർമ്മാണമാണെങ്കിലും ആരംഭിക്കുക. ഏത് തരത്തിലുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണമാണെങ്കിലും ആരംഭിക്കുക. ആ ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് പണിയുന്ന ഭൂമി നന്നായിരിക്കണം. ആ ഭൂമി എങ്ങനെയായിരിക്കണമെന്നാണ്. പക്ഷേ എന്നാലും നമ്മുടെ കർമ്മഫലങ്ങളൊക്കെ ഒരു പരിധിവരെ എത്ര നല്ല ഭൂമിയിൽ ഗ്രഹം പണിതാലും സംഭവിക്കും. എങ്കിലും ഗൃഹ നിർമ്മാണം നല്ല ഭൂമിയിൽ നടന്നാൽ പല ദോഷങ്ങളെയും കുറയ്ക്കാൻ കഴിയും. അത് വസ്തുതയാണ്. ഇനി ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ വെറുതെ അല്ലേ എന്ന് ചോദിച്ചാൽ വെറുതെ അല്ല. കാരണം നമുക്ക് ഏറ്റവും വലിയ തെളിവ് നമ്മുടെ അനുഭവങ്ങളല്ലേ. അനുഭവത്തേക്കാൾ വലിയ കാര്യം എന്താ ഉള്ളത്? ഒന്നുമില്ല. പക്ഷെ ഇന്ന് നമ്മൾ പലരും അനുഭവത്തിന് പ്രാധാന്യം കൊടുക്കാറില്ല. അതിൻ്റെ ഉദാഹരണം, നമ്മൾ വളരെ കുട്ടിക്കാലം മുതൽ ഉപയോഗിക്കുന്നതാണ് വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ഉണ്ടാക്കുമെന്ന് കേട്ടപ്പോൾ എല്ലാവരും വെളിച്ചെണ്ണ ഉപേക്ഷിച്ച് പാമോയിലിൻ്റെ പുറകെ പോയി. വിദേശ രാജ്യങ്ങളുടെ ബിസിനസ് തന്ത്രമായിരുന്നു എന്നറിയാൻ കാലങ്ങൾ വേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല എന്നും പറഞ്ഞു വന്നിട്ടുണ്ട്. ആരെ വിശ്വസിക്കുക? നമ്മൾ നമ്മുടെ അനുഭവത്തെയാണ് വിശ്വസിക്കേണ്ടത്. ആരെന്ത് പറയുന്നു എന്നതല്ല, നമ്മൾ നമ്മുടെ അനുഭവത്തെയാണ് വിശ്വസിക്കേണ്ടത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നമ്മുടെ അനുഭവത്തേക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും എന്ന് മനസ്സിലാക്കുക. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് അനുഭവങ്ങളിലൂടെ രൂപപ്പെട്ടതാണ്, നിരീക്ഷണങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ രൂപപ്പെട്ടതാണ്. പൂർവികർ ഒരിക്കലും ആർക്കും ഒരു ദോഷം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നവരല്ല. ഇന്നത്തെ തലമുറയല്ല എന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ന് ആളുകൾ അങ്ങനെയല്ല. ശരിക്കും ആർക്കും ഒരു ദോഷമുണ്ടാകല്ലേ എന്ന് ആഗ്രഹിച്ചവർ തയ്യാറാക്കിയതാണ് ഈ ശാസ്ത്രം. അതുകൊണ്ട് ഇത് പഠിച്ച പരമ്പരകൾ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്തപ്പോൾ അതിൻ്റെ യുക്തിയെ ഒന്നും ചോദിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളൊന്നും ചോദിച്ചിരുന്നില്ല. അതുകൊണ്ട് നമുക്കിതിൻ്റെ പല തെളിവുകളുമില്ല. ഇന്ന് പലതും ഊഹാപോഹങ്ങളിലൂടെ പറയുന്ന, പക്ഷെ അനുഭവത്തിൻ്റെ പുറത്ത് ഇത് സത്യമായിരിക്കും.
ഒരു സംശയവുമില്ല. ആ അനുഭവം കൊണ്ടാണ് ഇന്നും ഈ ശാസ്ത്രം ഇങ്ങനെ നിലനിൽക്കുന്നതും എന്ന് മനസ്സിലാക്കുക. ഈ ശാസ്ത്രത്തിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഭൂമിയാണ്. ഈ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആർക്കാണെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ വാങ്ങാൻ കഴിയുമ്പോൾ ഒരു പുതിയ ഭൂമി വാങ്ങുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഭൂമി, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഭൂമി വാസയോഗ്യമായതോ അല്ലെങ്കിൽ ഗുണകരമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. വാസ്തുശാസ്ത്രം പറയുന്നത്, നമ്മൾ വീട് വച്ചിട്ടുള്ള ഭൂമി അഥവാ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ കിഴക്ക് ഭാഗം താണു നിൽക്കണം. അതേപോലെ വടക്ക് ഭാഗം താണു നിൽക്കണം. ഇതാണ് വളരെ പ്രധാനമായിട്ടും പറയുന്നത്. കിഴക്കും വടക്കും ഭാഗം താണ ഭൂമികളായിരിക്കണം നമ്മൾ ഒരു നിർമ്മാണ പ്രവർത്തനത്തിനായി ഉദ്ദേശിക്കുന്നു. പ്രത്യേകിച്ച് വീട് ഒക്കെ താമസിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഭൂമി ഉണ്ടാകണം. അങ്ങനെയുള്ള ഭൂമിയിലാണ് നമ്മളോട് ഗൃഹം നിർമ്മിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, വീട് നിർമ്മിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതാർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതിന് വലിയ വിദഗ്ധൻ്റെ ഒന്നും ആവശ്യമില്ല. കിഴക്കോട്ടും വടക്കോട്ടും ചായവുള്ളൊരു ഭൂമി ഉണ്ടായാൽ പിന്നെ അതിൻ്റെ ദോഷങ്ങളൊക്കെ മറ്റ് പല കാര്യങ്ങളിലൂടെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഭൂമി അങ്ങനെ ഉള്ളതാണോ എന്ന് എല്ലാവരും ഒന്ന് ആലോചിക്കുക. ഇനി പുതിയതായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നവർ, നമ്മൾ ഭൂമി വാങ്ങാൻ പോകുന്നവരെങ്കിലും അങ്ങനെയുള്ള ഭൂമി ഉണ്ടെങ്കിൽ അത് വാങ്ങാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന ആ രീതി മാറുക. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതവും എന്തെങ്കിലുമൊക്കെ ആയി മാറുള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി മാറാതെ നമ്മളായി ജീവിക്കാൻ, ശാന്തമായി സമാധാനമായി ജീവിക്കാൻ നമ്മൾ തന്നെ തീരുമാനിക്കണം. മറ്റുള്ളവർ അത് തീരുമാനിക്കുന്നില്ല. അതൊക്കെ നല്ലതാണ്, അതൊന്നും സാരമില്ല എന്ന് പറയും. പലരും അങ്ങനെ പറയുക. പക്ഷേ ഈ പറയുന്നവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്താണെന്ന് കേൾക്കുന്നവർ ഒന്ന് നോക്കണം. അപ്പോൾ മനസ്സിലാവും ഇവർ പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവർത്തിച്ച്. ഞാൻ എൻ്റെ അനുഭവം കണ്ട പറയുക. പലരും യുക്തിവാദം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ എൻ്റെ അടുത്ത് വരാറുണ്ട്. അത് പറയുന്നത് ആരാ പറയുന്നതെന്ന് പറയുന്നത് ശരിയല്ല. കാരണം അത് എൻ്റെ തൊഴിലിൽ എൻ്റെ അടുത്ത് വരുന്നവരാരാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട്, പറയാൻ പാടില്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്നുള്ളൂ. പല ആളുകൾ ഇത് അവരുടെ ജീവിതത്തിൽ അവർ ഇത് ആലോചിച്ചിട്ടാണ് ചെയ്യുക. സാധാരണക്കാരുടെ ജീവിതത്തിൽ അവർ പറയും അത് വേണ്ടാന്ന്. അതിൻ്റെ യുക്തി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നന്നാകണം, നിങ്ങൾ എങ്ങനെയായാലും കുഴപ്പമില്ല എന്നതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കി നമ്മൾ നമ്മളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനായി ശ്രദ്ധിക്കണം. മറ്റുള്ളവർ പറയുന്നതല്ല ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പൂർവികരായിട്ടുള്ളവർ, ആർക്കും ഒരു ദോഷവും വരരുത് എന്ന് ആഗ്രഹിച്ചിട്ടുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള മാർഗത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ ഋഷിവര്യന്മാരൊക്കെ അങ്ങനെയുള്ളവരായിരുന്നു. അവരാൽ നിർമ്മിതമായതാണ് ഈ വാസ്തുശാസ്ത്രവും. ഒരുപാട് നിരീക്ഷണങ്ങളിലൂടെ, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ, പലരുടെയും അനുഭവത്തിലൂടെ, ഇന്നും അനുഭവിക്കുന്ന കാര്യങ്ങളിലൂടെ ബോധ്യമായി വരുന്നതാണ് നമ്മുടെ വാസ്തുശാസ്ത്രം. അതുകൊണ്ട് ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം ആഗ്രഹിക്കുന്നവർ, പ്രധാനമായും ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു സ്ഥലം വാങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള താമസിക്കുന്ന സ്ഥലം ഇങ്ങനെയുള്ളതാണ് എന്നാലോചിക്കുക. ഇങ്ങനെയുള്ളതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയുള്ളതല്ലെങ്കിൽ, സംഭവിച്ചു പോയാൽ പിന്നെ ഒരു പരിഹാരം വേണ്ടേ, അത് നമുക്ക് പറഞ്ഞു പോകാം.
പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ളത് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരും തന്നെ ഷെയർ ചെയ്യുക. കാരണം ഇതെത്തട്ടെ, നന്മ, നമ്മളുടെ നന്മ, ഈ സമൂഹത്തിൻ്റെ നന്മ, അതാണ് പൂർവികർ ചിന്തിച്ചിരുന്ന ഒരേ ഒരു കാര്യം. അത് നമുക്ക് പ്രാവർത്തികമാക്കാം. അതിനായി ഇത് എല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.